നമ്മൾ ഇന്ന് പോകുന്നത് ചിറങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി ഗ്രാമപഞ്ചായത്തിലെ ഒരു ചെറു ഗ്രാമമാണ് ചിറങ്ങര. ആ ചിറങ്ങരയിലെ ചിറങ്ങര ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ മുടിയേറ്റ് വഴിപാടായി നടത്തി വരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. അമ്മ ഭദ്രകാളിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഭദ്രകാളി സങ്കല്പം. ഘോരരൂപിണിയാണെങ്കിലും മുഖത്ത് മാതൃവാത്സല്യം നിറഞ്ഞവളും ഭക്തർക്ക് സംരക്ഷണം നൽകുന്നവളുമാണ് അമ്മ ഭദ്രകാളി. ഉപദേവതയായിട്ട് ഗണപതി ഭഗവാനുണ്ട്. കുലത്തിൻ്റെ രക്ഷ, കുടുംബത്തിൻ്റെ നിലനിൽപ്പ്, ദുഷ്ടരിൽ നിന്ന് രക്ഷ, ഭയമോചനം, ഐശ്വര്യം, സമ്പത്ത്, രോഗമുക്തി, ദുഃഖനാശം, വിദ്യ, മോക്ഷം എന്നിവയാണ് അമ്മ ഭദ്രകാളിയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കുക. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ മുടിയേറ്റ് വഴിപാടായി നടത്തി വരുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. കേരളത്തിലെ ഒരു പ്രധാന അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. 2010 ഡിസംബറിൽ മുടിയേറ്റ് യുനെസ്കോയുടെ പൈതൃക കലയുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ദാരികവധമാണ് പ്രമേയം. അരങ്ങുകിളി, അരങ്ങുവാഴ്ത്തൽ, ദാരികൻ്റെയും കാളിയുടെയും പുറപ്പാട്, ദാരികനും കാളിയും തമ്മിലുള്ള യുദ്ധം, ഇത്രയാണ് മുടിയേറ്റിലുള്ളത്. മീനഭരണി നാളിലും മേടമാസത്തിലെ 10-ാം ഉദയത്തിൻ്റെ നാളിലുമാണ് ഇവിടെ മുടിയേറ്റ് നടക്കാറ് എന്നാണ് പറഞ്ഞത്. ഇത് അയ്യപ്പസ്വാമിമാരുടെ ഒരു ഇടത്താവളം കൂടിയാണ്. ക്ഷേത്രത്തിൻ്റെ സൈഡിലായിട്ട് ഒരു വലിയ ക്ഷേത്രക്കുളമുണ്ട്. ആ ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്ത് മറുകരയിലായിട്ട് ഒരു ക്ഷേത്രം കൂടിയുണ്ട്, ചിറങ്ങര മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രം. ചിറങ്ങര ദേവീക്ഷേത്രത്തിൽ വരുന്നവർ ഈ ക്ഷേത്രത്തിലും കൂടി പോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 2 ക്ഷേത്രങ്ങളും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലാണ്. അമ്മ ഭദ്രകാളിയുടെ മഹാത്മ്യം എത്ര പ്രകീർത്തിച്ചാലും തീരുന്നതല്ല. ഭദ്രമായ കാലത്തെ നൽകുന്നവൾ മംഗളകാരിണിയാണ് അമ്മ ഭദ്രകാളി. എല്ലാവർക്കും അമ്മ ദേവി ഭദ്രകാളിയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ.